Praise the Lord. Welcome to Face with Excel Ministries. It's a great privilege to be with you yet again. Excel Ministries have been actively participating in various programs to teach our children to grow in God's Word. As part of that, few months ago, there was a challenge called Thy Word Memory Verse Challenge, which was conducted both in English and in Malayalam languages. In this challenge, the children were given a verse a day for 150 days. It had 11 levels. The final level is called as the legend. Today we are here for an interview with Janice Jabez, who is the legend in the English category of Season 1 Thy Word Memory Verse Challenge. Janice is 12 years old from Doha, Qatar. She attends Bethel AG Church. She is an exemplary child and is actively participating in various other programs too. Today, we would like to spend some time to learn more about Janice along with her parents, dear Sister Grace and Brother Jabez. We welcome you to the session. Let's know more about Janice. So, let us spend the next few minutes knowing more about Janice and her family. May I request you to introduce yourself? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജബേസ് പി ചെറിയാൻ. വൈഫിൻ്റെ പേര് ഗ്രേസ് ജബേസ്. മൂത്ത മകൾ ജാനിസ് ജബേസ്. രണ്ടാമത്തെ മകൻ ജെയ്റസ് ചെറിയാൻ ജബേസ്. മൂന്നാമത്തെ മകൻ ജെയ്ഡൻ സാം ജബേസ്. It's a great joy, Janice, that you have reached the level of legend. It's truly an appreciating thing and it's not easy to have achieved. ഇത്രയും കുഞ്ഞു പഠിക്കണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും മാതാപിതാക്കളായ നിങ്ങൾക്ക് നല്ലൊരു പങ്ക് തന്നെയുണ്ട്. ഇത്രയും തിരക്കേറിയ ഇവിടുത്തെ സാഹചര്യങ്ങളും ജോലിയുടെയും ചർച്ചിൻ്റെയും ഈ ആക്ടിവിറ്റീസിൻ്റെ ഇടയ്ക്കൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ജാനിസിനെ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തിയത്? അത് ഒരു ദിവസം ഒരു വാക്യം എന്നതാണല്ലോ ഇതിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ ജാനിസിനെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു വാക്യം പഠിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് മോളോടത് പറയാനും അതവൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏറ്റെടുക്കാനും കഴിഞ്ഞു. അതാണ് ആ ഒരു ദിവസം ഒരു വാക്യം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പം നിങ്ങൾ ഡെയിലി എങ്ങനെയാണ് മോളോട് അത് ട്രെയിൻ ചെയ്തെടുത്തത്? എങ്ങനെയായിരുന്നു മോൾ അത് റിപ്പീറ്റ് ചെയ്യുക? 150 വാക്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞല്ലോ കുഞ്ഞ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ഓരോരോ ലെവൽ കഴിയുമ്പം പിന്നെയും അത് റിവൈസ് ചെയ്തോ? എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇത് എനിക്ക് അയച്ചു തന്നത് നമ്മുടെ ജെയ്സൺ ബ്രദർ തന്നെയാണ് എനിക്കിത് അയച്ചു തന്നത്. ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്കറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജാനിസിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇതിന് മുമ്പും വാക്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസമില്ലായിരുന്നു. അപ്പം തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മെമ്മറി വേഴ്സ് അത് അവൾ ആദ്യം തന്നെ ഓരോ ഒരു ബുക്കും കൊടുത്തു. അതിൽ ഡേ 1 ഡേ 2 അങ്ങനെ നമ്പർ ഇട്ട് തന്നെ അവളത് പഠിച്ചതിന് ശേഷം പഠിച്ചു കഴിയുമ്പോൾ അത് എഴുതിയിട്ട് എൻ്റെ അടുത്ത് വരും. എന്നിട്ട് അത് അവൾ കാണാതെ പറഞ്ഞതിന് ശേഷമാണ് അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും പിന്നെ അത് പോസ്റ്റ് ചെയ്യുന്നതും. അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം അത് വലിയ പ്രയാസം. സ്കൂളിലൊക്കെ ചിലപ്പം വൈകിട്ടായിരിക്കും അത് പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. കാരണം രാവിലെ ഏർലി പോകുന്നത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാവിലെ പറയാൻ. അതുകൊണ്ട് അത് ഈവനിങ്ങിലായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മോളുടെ എക്സാംസിൻ്റെ നടുവിലും ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്കും നിങ്ങൾ വചനത്തിന് കുഞ്ഞ് പഠിക്കാനായിട്ട് നല്ലൊരു പ്രാധാന്യം നിങ്ങൾ മാതാപിതാക്കൾ സമയം കണ്ടെത്തി അതിന് പ്രാധാന്യം കൊടുത്ത് കുഞ്ഞിനെ അത് പഠിപ്പിച്ചെടുത്തു. അതിന് വളരെയധികം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ എക്സൽ മിനിസ്ട്രീസിനെ കുറിച്ച് അതുപോലെ തന്നെ ഈ തൈ വേർഡ് മെമ്മറി വേഴ്സ് ചാലഞ്ച് ഒരു ബ്രദർ ജെയ്സൺ ബ്രദർ അയച്ചതെന്ന് പറഞ്ഞല്ലോ. വേറെ പ്രോഗ്രാംസിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ തൈ വേർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ നിങ്ങൾക്കതെങ്ങനെ തോന്നി? അത് കുഞ്ഞിൻ്റെ ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെ തോന്നി? തീർച്ചയായിട്ടും അത് വളരെ അനുഗ്രഹമായിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുക ഡെയിലി ഒരു മെമ്മറി വേഴ്സ് വെച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് പഠിക്കും തോറും പിന്നെ അവൾ ആ വചനം പഠിക്കുന്നതനുസരിച്ച് പിന്നെ നമ്മൾ അവരുടെ ലൈഫും നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ദൈവം അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. അത് നമുക്ക് കുറച്ച് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഓൾറെഡി അവൾക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ഹസ്ബൻഡാണ് ചെയ്തിരുന്നത്. കാരണം ആ കോവിഡ് ടൈമിൽ 2020 തൊട്ട് ഒരു ഡയറി കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഡയറിയിൽ മോർണിംഗിൽ വായിക്കുന്ന ബൈബിള്, അപ്പം ബൈബിള് വായിക്കുമ്പം കുഞ്ഞാകുമ്പോൾ ചിലപ്പോൾ നമ്മളെ അടുത്ത് വായിച്ചു എന്ന് ചിലപ്പം പറയാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം വായിക്കാതിരിക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്തു, ബൈബിൾ വായിച്ചു കഴിയുമ്പം അതിൽ നിന്ന് എന്താണ് മനസ്സിലായെന്നുള്ള കാര്യമാണ് ആ ഡയറിയിൽ ഡേറ്റ് ഉണ്ടല്ലോ, അതനുസരിച്ച് രാവിലെയും വൈകിട്ടും എഴുതണമായിരുന്നു. അപ്പോൾ അവൾ അത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇന്നും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബൈബിള് പഠിക്കുന്നതിൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും അവൾ കാണിച്ചിട്ടുമില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ലെവൽ കഴിയുമ്പോൾ ആ 14 മെമ്മറി വേഴ്സ് ഒരുമിച്ച് ഒന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് നമ്മൾ ഒരു കൺഫേം മെസ്സേജ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അപ്പം പറഞ്ഞിരുന്നല്ലോ ഇച്ചിരി മുമ്പേ കുഞ്ഞിങ്ങനെ മെമ്മറി വേഴ്സസ് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നെന്ന്. ജാനിസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളത് സാംസ് 119 മുഴുവനും കാണാപ്പാഠം പഠിച്ച് ഒരു പൈതലും കൂടിയാണ്. അപ്പം അത് എത്രാമത്തെ, അതിനെക്കുറിച്ച് ഇച്ചിരി പറയാമോ ഞങ്ങളോട്? അത് ഇതുപോലെ ഈ കോവിഡ് ടൈമിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അവള് സാംസ് 119 പഠിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ആദ്യമേ പറഞ്ഞപ്പോൾ അത് പഠിച്ചു തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് വെച്ച് അതൊന്ന് ഡിലേ ആയി. പിന്നെ ഈ വെക്കേഷൻ ടൈമിലാണ് ഞാൻ കൂടുതലും പഠിപ്പിക്കുന്നത്. അപ്പം അത് കുറച്ച് ഡിലേ ആയി പോയപ്പം അടുത്ത 2021 ആയപ്പം വീണ്ടും അത് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം അതും എനിക്ക് ആ ഒരു പാരഗ്രാഫ് വെച്ചായിരുന്നു 119 പഠിപ്പിച്ചു തുടങ്ങിയത്. അപ്പോൾ ഡെയിലി ഒരു പാരഗ്രാഫ് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ദിവസം അടുത്ത പാരഗ്രാഫ് പഠിക്കുന്നതോടൊപ്പം കഴിഞ്ഞ ദിവസം പഠിച്ച പാരഗ്രാഫ് 1, 2 പറയണം. അപ്പോൾ തേർഡ് ഡേ പറയുമ്പം 1, 2, 3 അങ്ങനെ ഓർഡറിൽ പഠിച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്നു 2022 ആണെന്ന് തോന്നുന്നു അവൾ നമ്മുടെ ചർച്ചിൽ CA മീറ്റിങ്ങിൽ എനിക്ക് 12 മിനിറ്റ്സ് കൊണ്ട് 119 മെമ്മറി വേർഡ്സ് അവൾ കാണാതെ പറയുകയും ചെയ്യും. ഇടയ്ക്ക് ഒരു സന്തോഷമുണ്ട് ഈ കാര്യം കേട്ടതിൽ. ദൈവവചനം വായിക്കുകയും അത് മനസ്സിലാക്കി നോട്ട്സ് എഴുതുകയും സങ്കീർത്തനം 119 മുഴുവനും കാണാതെ പാഠം പഠിച്ചതൊക്കെയും ഇതൊരു ബേസിസ് ആയിട്ട് ഈ മെമ്മറി വേഴ്സ് ചാലഞ്ചിലും ഒക്കെ അത് പ്രയോജനമായി. അതുപോലെ തന്നെ അത് നല്ലപോലെ ചെയ്തെടുക്കാനും ഒരു ലെജൻഡ് ആകുവാനും കുഞ്ഞിനെ ദൈവം സഹായിച്ചു. ജാനിസ്, നൗ ടു യു. So you have memorized all 150 verses. May I request you to recite at least few verses? I know you can do all of them, but if you can recite few of the verses for all of us to listen. Deuteronomy 6 verse 5, you shall love the Lord your God with all your heart, with all your soul, and with all your strength. Galatians 6 verse 7, don't be deceived, God cannot be mocked, a man reaps what he sows. Psalms 1:6, the Lord knows the way of the righteous, but the way of the wicked will perish. Numbers 6 verse 24 to 26, the Lord bless and keep you. The Lord make his way shine upon and be gracious to you. The Lord turn his face towards you and give you peace. That's very nice, Janice. You have, I know it is easy to recite in an order. Shall I ask you few verses? Will you be able to recite those reference? If I tell you the reference, will you be able to remember the verses? Yes. Shall we try? Yes. Okay. Matthew chapter 6 verse 34. Do not worry about tomorrow, for tomorrow will have worries for itself. Each day have enough trouble of its own. Joshua 1 verse 9. Be strong and courageous. Do not be afraid, do not be discouraged, for the Lord your God will be with you wherever you go. Proverbs chapter 18 verse 10. The name of the Lord is a fortified tower. The righteous run to it and are safe. Deuteronomy chapter 6 verse 5. You shall love the Lord your God with all your heart and with all your soul and with all your strength. Brilliant, Janice. That's very, very encouraging. God bless you. So, Janice, we want to know more about you. It's all about you today as well. What are your hobbies? My number one hobby is to memorize the Word of God. And other than that, I like singing and drawing. And yeah, I have all those hobbies. So, when you said you love memorizing God's Word, your parents have mentioned that you also memorize Psalms 119. Which are the other portions of the Bible that you've memorized? I have memorized Proverbs chapter 1 to 5. All the 5 chapters. Yes. That's such a blessing. You said you love singing. Would you want to sing 2 lines for us? Yeah, sure. കയൽനീരുമെൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാദാ ഈശുവേ നീ വന്നണഞ്ഞാൽ തീരുമെൻ വ്യതയാ
Beautiful, Janice. That was very beautiful to hear. God bless you. പേരൻസിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, കുഞ്ഞിൻ്റെ സ്കൂൾ പഠിത്ത കാര്യങ്ങളിൽ ഏതിനാണ് നിങ്ങൾ, ഫോർ എക്സാമ്പിൾ എക്സാം നടക്കുന്ന സമയമാണെങ്കിൽ കുഞ്ഞ് പറയുക ദൈ വേർഡ് മെമ്മറി വേഴ്സ് ചാലഞ്ച് പഠിക്കണം, നിങ്ങൾ എങ്ങനെയാണ് സമയം അതിനെ അലോട്ട് ചെയ്യുന്നത്? അതിന് ശരിക്കും നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. കാര്യം പഠിക്കുന്ന കാര്യത്തിൽ ഒരു ഓർഡർ ഉണ്ട് ആളിന്. അപ്പം ആ ഓർഡർ പുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സമയം കാണും. പൊതുവെ എക്സാം ഉള്ള സമയത്ത് പോലും നമ്മൾ ചർച്ചിൽ സ്ഥിരമായിട്ട് വരുമ്പോൾ, ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവൾ പരമാവധി ഞങ്ങളുടെ കൂടെ വരാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതിനും സമയം, ഒന്നാമതൊരു വാക്യത്തിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് ഈസി ആയിരുന്നു. അവള് വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് മറ്റ് സ്കൂളിലെ കാര്യക്കും പഠിക്കുന്നതിൽ മോശമൊന്നുമല്ല, നന്നായിട്ട് അവൾ പഠിക്കും. നമ്മളങ്ങനെ ഇരുത്തി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ തന്നെ പഠിക്കുകയും ഇപ്പം എന്തെങ്കിലും ഹോംവർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവൾ ഉള്ള സ്വന്തം ബുദ്ധി കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനും എല്ലാം അവൾ തന്നെ ചെയ്തോളുമായിരുന്നു. പിന്നെ ഈ നമ്മൾ ഇപ്പം ഈ പാട്ട്, അവൾക്കിങ്ങനെ പാടാനും ഒക്കെ വളരെ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്, പാടുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ കുഞ്ഞിലെ തന്നെയാണ് ഈ വചനം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് പാടാനുള്ള ഒരു കഴിവുണ്ടെന്നും നമ്മൾ ഇപ്പം ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കാറിലൊക്കെ ഓരോ പാട്ട് കേൾക്കുമ്പോൾ അത് പിന്നീട് അവൾ മൂളുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അവൾക്കൊരു ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് തന്നെ സ്കൂളിലായാലും അവൾ പഠനത്തിനൊപ്പം ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിലും പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറിലും ഇങ്ങനെ മ്യൂസിക്കൽ, അതായത് വെസ്റ്റേൺ മ്യൂസിക്കിൽ ഫസ്റ്റ് വാങ്ങിച്ചു. പിന്നെ ഗ്രൂപ്പ് സോങ്ങിനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചു. പിന്നെ പോയം, റെസിറ്റേഷൻ, അതിനൊക്കെ പ്രൈസ് ലഭിക്കാനിടയായി. പിന്നെ നമ്മൾ പിന്നെ ഇന്ന് തേഴ്സ്ഡേ, നമുക്കിവിടെ സൺഡേ സ്കൂൾ തേഴ്സ്ഡേ ആയതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ വേറെ സ്കൂളിലെ ഒന്നും പഠിക്കാൻ നമ്മളൊന്നും അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ല. നമ്മൾക്ക് നിർബന്ധമാണ് അന്നത്തെ ദിവസം ബൈബിളിലെ കാര്യം മാത്രം പഠിച്ചാൽ മതി എന്ന് നമുക്ക് നിർബന്ധം തന്നെയാണ്. പിന്നെ നമുക്കങ്ങനെ ചെയ്യിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം നേരത്തെ ഉണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലായാലും, ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസ് ആയാലും ഇങ്ങനെ ഇതേപോലെ വെക്കേഷൻ ടൈമിൽ ഇതേപോലെ എനിക്കും തരുമായിരുന്നു ഇങ്ങനെ വചനം പഠിക്കാൻ. അപ്പം അത് തലമുറയായിട്ട് അപ്പം എൻ്റെ മകൾക്കും അങ്ങനെ, എൻ്റെ മക്കൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവൾ പഠനത്തോടൊപ്പം തന്നെയാണ് ഈ വചനം പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് കൊണ്ട്, നിങ്ങൾ രണ്ടുപേരും ബെഥലജി ചേർച്ചിലാണ് പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ എങ്ങനെയാണ് നിങ്ങളോടൊപ്പം കുഞ്ഞിനെയും കൂടെ ഇൻവോൾവ് ആക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അവളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയും വചനം വായിപ്പിക്കുകയും പിന്നെ ഞങ്ങൾ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും. അപ്പം അവൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങളും പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളത്. അതേപോലെ എല്ലാ മീറ്റിങ്സിലും ഞങ്ങളോടൊപ്പം കടന്നു വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ സീസൺ 1 ആണ് കഴിഞ്ഞത്. അതിൻ്റെ അകത്താണ് മോള് ലെജൻഡ് ലെവൽ വരെ എത്തിയത്. ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇനിയും അനേക കുഞ്ഞുങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പം മാതാപിതാക്കളായ നിങ്ങൾ രണ്ടുപേർക്കും സീസൺ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുവാനുള്ളത് എന്തായിരിക്കും? ആ കുഞ്ഞുങ്ങളോടും അവരുടെ മാതാപിതാക്കളോടും ഒരുമിച്ചാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഒന്ന്, വചനം പഠിക്കുന്നത് എല്ലായ്പ്പോഴും അവരുടെ ജീവിതം സെക്യൂർ ചെയ്യുന്നതിന് തുല്യമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും പൈസ സമ്പാദിക്കാം, നമുക്ക് അക്കൗണ്ടിൽ ബാലൻസ് ഇടാം. പക്ഷെ ഈ വചനം അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എങ്ങനെ പോകും, അല്ലെങ്കിൽ മറ്റൊരു ശക്തി അവരെ സ്വാധീനിക്കാൻ വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വചനം അവരെ തിരുത്തും. അപ്പോൾ അത് തീർച്ചയായും വചനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ ഉത്സാഹിക്കണം. ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരു ദിവസം ഒരു വാക്യമേ ഉള്ളൂ. നിങ്ങൾ ഒരു ദിവസം കാർട്ടൂണിൽ കാണുന്ന പല വാക്കുകളും പാട്ടുകളുടെ വരികളും ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കും. ആരും നിങ്ങളെ പഠിപ്പിച്ചിട്ടല്ല, ജസ്റ്റ് ഒന്ന് കേട്ടിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ വളരെ അമൂല്യമായ ദൈവവചനം ഒരു ദിവസം ഒരു വാക്യം പഠിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തിയാൽ ലൈഫ് ഏറ്റവും സെക്യൂർഡ് ആയിരിക്കും എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും പറയാനുള്ളത്. സിസ്റ്റർ, തീർച്ചയായിട്ടും ഹസ്ബൻഡ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുന്നതിനപ്പുറമായിട്ട് പിന്നെ അവരെ ദൈവം പിന്നെ അവരെ നോക്കിക്കോളും. പിന്നീടുള്ള അവരുടെ ഫ്യൂച്ചർ എല്ലാം ദൈവം ഏറ്റെടുത്തിരിക്കും. അപ്പം എനിക്കും പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ ദിവസം ഒരു വാക്യം പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായിരിക്കും. അവരായിരിക്കുന്ന സ്കൂളുകളിൽ അവർ ഒരു ദൈവ ഭയമുള്ള മക്കളായിട്ട് കാണുവാൻ ഇടയാകും. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഒരു തെറ്റ്
തെറ്റിലേക്ക് ചെയ്യാൻ പോകുന്നെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ ആ പഠിക്കുന്ന വചനം അവരെ അതിൽ ക്രിയ ചെയ്ത് അവരെ ആ തെറ്റിൽ നിന്ന് മാറ്റുവാനും ഈ വചനം തീർച്ചയായിട്ടും സഹായിക്കും. അത് ഞങ്ങൾക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. Now, coming to you, Janice, you said that learning God's word is one of your hobby. We've heard you learned Psalms 119, you recited Proverbs, first 5 chapters. You've also learned 150 verses. There must be something that keeps you encouraging and motivating to learn God's word. What are you getting from learning God's word? How is it influencing your life? What do you want to tell to all your friends out there who are not yet into the challenge, and you want to tell them something about this God's word? Well, my parents have encouraged me a lot, and the first time when I was starting to learn memory verses, I was a bit scared, but I knew that Jesus was always there for me, and I was able to learn the word of God, and it helped me a lot to improve in my studies, and I was able to learn more about Jesus, and I was able to take the water baptism, and I knew that God have done all the wonderful miracles in my life. So I kept on learning the memory verses, and all I want to say to you guys is just don't feel worried about anything. Just know that God is always there for you. So join the memory verse challenge, and I'm sure that it would change your life completely. മോൾക്ക് ഇങ്ങനെ ഈ 150 വാക്യങ്ങൾ പഠിക്കുവാനും ഓരോ ദിവസവും ഓരോന്ന് വീതം പഠിക്കാനുള്ള അവസരം ഒരുക്കിയ എക്സലിനോടുള്ള നന്ദി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കാരണം എക്സൽ പലയധികം മിനിസ്ട്രീസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ദോഹയിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ VBS ടീം ഇവിടെ വന്ന് പലപ്പോഴും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പലതരത്തിലുള്ള കമ്മിറ്റി മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ VBS എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പ്രിഫർ ചെയ്യുന്ന എക്സലിനെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന, അവരുടെ കഴിവുകളെ വളർത്തുന്ന, അവരെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം ശുശ്രൂഷകൾ തുടർന്നും ചെയ്യുവാൻ എക്സൽ മിനിസ്ട്രീസിനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. So we have heard such wonderful things from our dear Janice and her parents, Sister Grace and Brother Jabez. They said that God's word, every day as she learned, she found it sweeter and she kept on learning. She also reminded us that this word is enough to carry us through all the situations. I want to encourage today all parents out there to ensure your children also participate in Thy Word Memory Verse Challenge. We have started season 2, and those of you who have not yet started, you still have an opportunity. If you visit our Facebook page of Excel Ministries or our YouTube channel, you will be able to find how to get into the challenge. We welcome all of you, and make sure you use this opportunity to know our Jesus more and to encourage our children a step forward into His kingdom. Thank you.